ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഷിംഷോന്റെ അജ്ഞാത മാതാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 13-ാം അധ്യായം 2-ാം വാക്യം. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോര്യാതനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോവ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം ഷിംഷോന്റെ പിതാവായി മനോഹയെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അവന്റെ അമ്മയുടെ പേരിനെക്കുറിച്ച് അത് നിശബ്ദമാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും നല്ല അമ്മമാരിൽ ഒരാളായിരുന്നു ഷിംഷോന്റെ അമ്മയെന്ന് നമുക്കറിയാം. അവൾ തന്റെ ഗർഭസ്ഥ ശിശുവിനു വേണ്ടി എല്ലാ ജാഗ്രതയോടെയും വിശുദ്ധ ജീവിതം നയിച്ചു. തന്റെ കുഞ്ഞിന്റെ അനുഗ്രഹത്തിനായി അവൾക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. അവൾ മുൻപ് മച്ചിയായ സ്ത്രീയായിരുന്നു എന്ന് ന്യായാധിപന്മാർ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ പേരിൽ അവൾ വലിയ നാണക്കേടും നിന്ദയും അനുഭവിക്കേണ്ടി വന്നു. മക്കളില്ലാത്ത സാറയ്ക്ക് ദൈവം ഇസ്ഹാക്കിനെ നൽകി. അവൻ ഏശാവിനെയും യാക്കോബിനെയും മച്ചിയായ റെബേക്കയ്ക്ക് ഇരട്ട മക്കളായി നൽകി. അവൻ യോസഫിനെയും ബെന്യാമീനെയും റാഹേലിന് കൊടുത്തു. അവൻ വാഴ്ത്തപ്പെട്ട ശാമുവേലിനെ ഹന്നയ്ക്ക് നൽകി. അതുപോലെ കർത്താവ് ഷിംഷോനെ മനോഹയുടെ ഭാര്യയ്ക്ക് നൽകി. ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും കർത്താവിനോട് ചോദിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റുകയും ചെയ്യും. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ മച്ചിരയാക്കാതിരിക്കാൻ ആത്മീക കുട്ടികളെ ആവശ്യപ്പെടുക. നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവം എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ അത് ചെയ്തു എന്ന്. ഇത് യെശയ്യാവ് 38-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവന്റെ മഹത്വത്തിന്റെ സമ്പത്തിനനുസരിച്ച് നൽകട്ടെ. തിരുവെഴുത്തുക്കൾ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന്. ഇത് സങ്കീർത്തനം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവഭക്തനായ മനോഹയുടെ ഭാര്യയ്ക്ക് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇപ്പോൾ വീഞ്ഞും അതുപോലുള്ള പാനീയവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും കഴിക്കരുത്. കാരണം ശിശു ഗർഭം മുതൽ മരിക്കുന്ന ദിവസം വരെ ദൈവത്തിന് ആശ്രിതക്കാരനായിരിക്കും എന്ന്. ഇത് ന്യായാധിപന്മാർ 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അവൾ തന്റെ മകന് വേണ്ടി ഈ കൽപ്പനകൾ പാലിക്കേണ്ടിയതായിരുന്നു. ഇത് എല്ലാ മാതാപിതാക്കൾക്കും നൽകിയിട്ടുള്ള കൽപ്പനയാണ്. വീഞ്ഞോ സമാനമായ പാനീയമോ കുടിക്കരുത്. ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു ഹിന്ദുവായിരുന്നു. മദ്യപാനത്തിന്റെ എല്ലാ ദുശ്ശീലങ്ങളും സിനിമയോടുള്ള ഭ്രാന്തും എല്ലാ മോശഗുണങ്ങളും എനിക്കുണ്ടായിരുന്നു. ആ വർഷങ്ങളിൽ ജനിച്ച എൻ്റെ മകനിലും അതേ സ്വഭാവ സവിശേഷതകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു കുടുംബമായി വീണ്ടെടുത്ത ശേഷം എൻ്റെ ഭാര്യ വീണ്ടും ഗർഭം ധരിച്ചു. ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ആത്മീയ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഞങ്ങൾക്ക് വലിയ സന്തോഷവും അനുഗ്രഹവുമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ മക്കളെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ കർത്താവിന് സമർപ്പിക്കുക. തൊട്ടിൽ ശീലങ്ങൾ മരണം വരെ നിലനിൽക്കുമെന്ന ഒരു ചൊല്ലുണ്ട്. 5 വർഷം കൊണ്ട് നന്നാക്കാൻ കഴിയാത്തത് അവസാനം വരെ തിരുത്താൻ കഴിയുകയില്ല. അതിനാൽ അവരെ കുട്ടിക്കാലം മുതൽ കർത്താവിന്റെ നല്ല പഠിപ്പിക്കലുകളിൽ വളർത്തുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 8-ാം അധ്യായം 18-ാം വാക്യം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 23, 24, 25 അധ്യായങ്ങൾ. വൈകുന്നേരം ഫിലിപ്പിയർ 1-ാം അധ്യായം. ആമേൻ.